സോഷ്യൽ മീഡിയ മൊത്തം വൈറലായ ഫിഷ് ഫ്രൈ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ചെറിയുള്ളി, വെളുത്തുള്ളി, 2.5 സ്പൂൺ മുളക് പൊടി, ഒരു നെല്ലിക്ക വലുപ്പത്തിലെ പുളി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കറിവേപ്പില. ഞാനിവിടെ എടുത്തേക്കുന്ന നെയ്മീനാണ്, മീഡിയം പീസ് 6 ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, അതിലേക്ക് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്റ്റൗ കത്തിച്ചിട്ടില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല വൃത്തിക്ക് കട്ടയില്ലാതെ ഉടച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ലോ ഫ്ലെയിമിലായിരിക്കണം. പൊടി മൂത്ത് വന്നതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ഇനി കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെച്ചിരിക്കണം. ഇനി ഇത് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിനകത്തേക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. പുളിവെള്ളം ഒന്ന് തിളച്ച് തുടങ്ങിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഉപ്പ് ചേർക്കാം. ഗ്രേവി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിനകത്തേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീനിന് ഒരു സൈഡ് ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് ഓരോ വട്ടം നമ്മൾ മീൻ തിരിച്ച് മറിച്ച് വിട്ട് ഈ മസാല അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം മസാല നല്ല വൃത്തിക്ക് മീനിൻ്റെ എല്ലാ സൈഡിലും നല്ല രീതിക്ക് പിടിച്ചെടുക്കും. ഇനി നമുക്ക് ഈ മസാല വറ്റി മീനിലേക്ക് പിടിച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. തിരിച്ച് മറിച്ച് മസാല സ്പ്രെഡ് ചെയ്ത് ഫിഷിനെ ഫുള്ള് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ മീൻ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം, ചപ്പാത്തി, നമ്മുടെ ചോറിൻ്റെയൊക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.